PM ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള പിണറായി സർക്കാർ തീരുമാനം ആത്മഹത്യാപരമാണ്. മാത്രമല്ല, കുട്ടികളുടെ മൗലികാവകാശങ്ങളുടെ നിഷേധവും കൂടിയാണ്. ഇത് കേവലം ഏതെങ്കിലും ഒരു കടലാസ് സംഘടനയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടല്ല, മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നത്. ഇതിനെതിരായിട്ട് അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവനുസരിച്ച് PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ഇത് ഒരു ആത്മഹത്യാപരമായ തീരുമാനമാണ്. മാത്രമല്ല, പാവപ്പെട്ട കുട്ടികളോട് അവരുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലികാവകാശമാണ്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് കുട്ടികളുടെ മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട സാധാരണ വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം മാത്രമല്ല, ആധുനിക സൗകര്യങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് നവീന വിദ്യാഭ്യാസ നയം കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് കുട്ടികളുടെ മൗലികാവകാശത്തിൻ്റെ നിഷേധമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി മിനിഞ്ഞാന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ യാതൊരു അപാകതയുമില്ല, കേരളത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല, നവീന വിദ്യാഭ്യാസ നയത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് കേരളീയ സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് PM ശ്രീ പദ്ധതിയിൽ യാതൊരു അപാകതയുമില്ല, ഭയപ്പെടാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇന്ന് കാലത്ത് മുതൽ നരേന്ദ്രമോദി സർക്കാർ വിദ്യാഭ്യാസ നയത്തിൽ, NEP-യിൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ, അതുപോലെ PM ശ്രീ പദ്ധതിയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇന്നലെ ഉറങ്ങുന്നത് വരെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ആവർത്തിച്ചത്. അപ്പം ഇന്ന് ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പറയണം ഇപ്പോൾ PM ശ്രീ പദ്ധതിക്ക് എന്ത് തകരാറാണ് സംഭവിച്ചത് എന്ന്. ഇത് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെയും രക്ഷിതാക്കന്മാരുടെയും ജനങ്ങളുടെയും രാഷ്ട്രീയ ബോധത്തെ പിണറായി സർക്കാർ വെല്ലുവിളിക്കുകയാണ് എന്നാണ് BJPയുടെ അഭിപ്രായം. മറ്റൊന്ന്, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാ? ഈ PM ശ്രീ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാ? അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല, മറിച്ച് പാവപ്പെട്ടവർ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ അവിടെയുള്ള വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. ഞാൻ കണ്ണൂരിലെ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നു, ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയിൽ ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യവും അതേപോലെ തന്നെ ആധുനികമായ പശ്ചാത്തലവും ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയ മാഹി സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ
ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് 44 ലക്ഷം കിട്ടിയിരിക്കുന്നു. ഇനിയും അവർക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ്. അവിടെ പഠിക്കുന്ന സാധാരണക്കാരൻ്റെ മക്കളാണ്, കർഷക തൊഴിലാളികളുടെ, പാവപ്പെട്ടവൻ്റെ മക്കളാണ്. അപ്പോൾ ഞങ്ങൾ PMC പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്ന് പറയുന്നത് ഇത് പാവങ്ങൾക്ക് ലഭിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് പാവപ്പെട്ട കുട്ടികളുടെ ഭാവിയോട് കാണിക്കുന്ന കൊടും പാതകമാണെന്ന് പറയാൻ കാരണം. ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് 1 കോടിയിൽ പരം തുക ഒരു വർഷം ലഭിക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് 360 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇത് ലഭ്യമാകേണ്ടിയിരുന്നത്. അത് 2 കൊല്ലം പാഴാക്കി അവസാനം ഒപ്പുവെച്ചു. ഇനിയെങ്കിലും ആ കുട്ടികൾക്കിത് ലഭ്യമാകട്ടെ എന്നല്ല കരുതേണ്ടത്. അതാണിപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ കോളേജുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ്സുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. പല കോളേജുകളിലും ആർട്സ് വിഷയത്തിലാവട്ടെ ശാസ്ത്ര വിഷയത്തിലാവട്ടെ പഠിക്കാൻ കുട്ടികളില്ല. മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ, വിദ്യാഭ്യാസ മേഖലയിലെ ആധുനിക സൗകര്യങ്ങൾ പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമയത്ത് അത് പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ഭാവിയോടുള്ള കൊടുപാതകമല്ലേ ഈ സംസ്ഥാന സർക്കാർ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിലൂടെ നടത്തുന്നത്? കേരളത്തിലെ കുട്ടികൾക്ക് ഒരു നയാ പൈസയുടെ ഉപയോഗം ഈ പിണറായി സർക്കാരിന് കൊണ്ടില്ല. ഒരു നയാ പൈസയുടെ ഉപകാരം, കാരണം കയ്യിൽ പൈസയില്ല. പക്ഷെ എന്നാൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സമയത്ത് അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താനല്ലേ ശ്രമിക്കേണ്ടത്. തങ്ങൾക്കോ കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന സമയത്ത് അത് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നോക്കുന്നതിന് പകരം അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? ഒന്നുകൂടി പറയുന്നത്, ഇത് ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള CPI അവരുടെ പ്രതിഷേധങ്ങൾ മാനിച്ചുകൊണ്ടാണ് പിൻവാങ്ങാനുള്ള തീരുമാനം എന്നത് ശരിയല്ലെന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. മറിച്ച് CPI ഇടതുമുന്നണിയിൽ നിന്ന് പോയാലും നിലനിന്നാലും വലുതായിട്ടൊന്നും അതിനകത്ത് സംഭവിക്കാനില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏത് CPI എന്ന് ചോദിച്ചത്. ശരിയാണത്. അതുകൊണ്ട് ഏതെങ്കിലും ഇർക്കിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് PMC പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. മറിച്ച് മതമൗലികവാദികളാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തീവ്രവാദ സംഘടനകളുടെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് പിണറായി സർക്കാർ ഈ ആത്മഹത്യാപരമായിട്ടുള്ള, കുട്ടികളെ സംബന്ധിച്ച് കൊടും പാതകമായിട്ടുള്ള ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. കോൺഗ്രസും കേരളത്തിൽ PMC പദ്ധതിയെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ KC വേണുഗോപാൽ പറയുന്നത്, അതുപോലെ KPCC പ്രസിഡന്റ് പറയുന്നത് ഓരോ കലാലയങ്ങളും RSSന്റെ ശാഖകളാക്കി മാറ്റാൻ പോകുന്ന, അതായത് PMC പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ആധുനികമായ സാങ്കേതിക വിദ്യകളുള്ള അത്തരം സൗകര്യങ്ങളുള്ള ക്ലാസ് മുറി കിട്ടും. അതുപോലെ ഈ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇതുകൊണ്ടാണ് RSS ശാഖ ഇതുകൊണ്ടാണോ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായി സൗകര്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണോ
അതിനെയാണോ RSS ശാഖ എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല. ഏതായാലും കോൺഗ്രസിൻ്റെ ആരോപണം ഈ PMC പദ്ധതി നടപ്പായാൽ കോളേജുകളൊക്കെ RSSന്റെ ശാഖയായി മാറുന്ന. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ ആദ്യം അത് ബോധ്യപ്പെടുത്തേണ്ടത് അശോക് ഗെഹ്ലോട്ടിനെയാണ്. രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായ സമയത്ത് ഇതേ PMC പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേ ഹിമാചൽ പ്രദേശിലെ ഗവൺമെൻറ് ഈ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഈ രാജസ്ഥാനിൽ നടപ്പാക്കിയ PMC പദ്ധതി, ഹിമാചൽ പ്രദേശിൽ നടപ്പാക്കിയ PMC പദ്ധതി, തെലങ്കാന സർക്കാർ നടപ്പാക്കിയ PMC പദ്ധതി, അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടോ കേരളത്തിലെ PMC പദ്ധതിക്ക്? അപ്പോൾ ഇവിടെ എതിർക്കുന്നത് ഈ തീവ്രവാദികളുടെ, മതമൗലികവാദികളുടെ, ഭീകര സംഘടനകളുടെ, ദേശവിരുദ്ധ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ്, അവരെ ഭയന്നിട്ടാണ്. കോൺഗ്രസും അടുത്ത തെരഞ്ഞെടുപ്പിനെയാണ് കാണുന്നത്, കുട്ടികളുടെ ഭാവിയല്ല. കോൺഗ്രസും കാണുന്നത് ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുത്തിയാലും തിരക്കേടില്ല, അവർക്ക് നവീനമായ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടാലും തിരക്കേടില്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത തീവ്രവാദികളുടെ വോട്ടുകൾ കിട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസും CPMന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട്, ഇടതുമുന്നണിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഈ PMC പദ്ധതി എതിർക്കുന്നത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് കേരളത്തിലെ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ്. ഇതിൻ്റെ തുക, ഈ PMC പദ്ധതിയിൽ നിന്നുള്ള തുക, അതിവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. അത് തിരിച്ച് അവർക്ക് ലഭ്യമാകുന്നത് വരെ PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഈ പിന്മാറുകയാണെങ്കിൽ അത് തിരിച്ചതിൻ്റെ ആനുകൂല്യം ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. അല്ല, അതിൻ്റെ സാങ്കേതികമായിട്ട് പിന്മാറാൻ സാധിക്കുമോ എന്നുള്ളത് വേറെ വശം. പക്ഷെ പിന്മാറാനുള്ള സർക്കാർ തീരുമാനം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബാക്കി അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന് രാഷ്ട്രീയ വശവും അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കുണ്ടാകാവുന്ന നഷ്ടവും അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഞങ്ങൾ പറഞ്ഞത് CPI പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ CPIയുടെ പ്രതിഷേധത്തെ, മാർക്സിസ്റ്റ് പാർട്ടി CPIയുടെ പ്രതിഷേധത്തെ വലിയ ഗൗരവത്തോട് കാണും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അവർക്ക് എത്രമാത്രം കേരളത്തിൽ സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്, വോട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനപ്പുറത്ത് തീവ്രവാദ സംഘടനകളാണ് എതിർക്കുന്നത്. കേരളത്തിലെ തീവ്രവാദ സംഘടന, അത് PFI ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, എല്ലാം തന്നെ. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവരുടെ ജിഹോകൾ, അതിൽ വരുന്ന എഡിറ്റോറിയൽ പേജ്, അതൊക്കെ നോക്കിയാൽ മതി എത്രമാത്രം ശക്തമായി, രൂക്ഷമായിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിലാണ് മുട്ടുമടക്കിയിട്ടുള്ളത്. അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ ഇതിനകം നടന്നിട്ടുണ്ട്. CPIയുമായിട്ട് പരസ്യമായ ചർച്ച നിങ്ങളുടെ മുന്നിലാണ് നടന്നത്, മാധ്യമങ്ങളുടെ മുന്നിൽ. പക്ഷേ ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് CPM നേതൃത്വം രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിലാണ് അവർ യഥാർത്ഥത്തിൽ മുട്ടുമടക്കിയിട്ടുള്ളത്. കോൺഗ്രസും അത് തന്നെയാണല്ലോ. അത് കോൺഗ്രസിൻ്റെ നാണം കെട്ട ആരോപണം. ഇപ്പം ഈ ഉന്നയിച്ച നേതാക്കന്മാർ എല്ലാ ദിവസവും സായാഹ്നത്തിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നവരാ. ഒരേ മുന്നണി. ഇപ്പോൾ ആര് തമ്മിൽ അന്തർധാര? കോൺഗ്രസും CPM അവർ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികളാണ്. അത് രഹസ്യമല്ല, പരസ്യമാണ്. അതിൽ രണ്ടായി കാണുന്നതിനാ. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നോക്കൂ, അഭിപ്രായങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് വന്നിരിക്കുകയല്ലേ.
യെസ്, അല്ല, ഇത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ വലിയ ഇപ്പോൾ ചർച്ചകൾ കേരള വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. മെസ്സിയുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് GDCAയുടെ ഉടമസ്ഥതയിലുള്ള മൈതാനം അത് സ്പോൺസർമാർക്ക് കൈമാറിയിട്ടുണ്ട്. അതിന് കരാറുണ്ടായിരുന്നില്ല, ഇതിന് പിന്നെ വലിയ ഡീലുണ്ട് എന്നൊക്കെയാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മെസ്സിയുടെ പേരിൽ പോലും ഇവിടെ തീവട്ടി കൊള്ള നടത്താനുള്ള ശ്രമമാണ് ഇവിടെ LDF ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. അതൊക്കെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ശക്തമായി നടക്കേണ്ടതാണ്. മെസ്സി വരാത്തതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് GDCA എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ മൈതാനം സ്വകാര്യ വ്യക്തികൾക്ക് ഒരു കരാറുമില്ലാതെ നിലവിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തീരെഴുതി കൊടുത്തതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടതാണ്. ഓക്കെ, ഏതായാലും ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ച അനിവാര്യവും ആസന്നവുമായ പതനം അത് കേരളത്തിലെ CPMനെയും കാത്തിരിക്കുകയാണ്. CPM എവിടൊക്കെ അധപ്പതിച്ചിട്ടുണ്ടോ അവിടെയൊന്നും തിരിച്ചുവരവുണ്ടായിട്ടില്ല. അതായത് സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് തിരിച്ചടിയും തിരിച്ചുവരവും സ്വാഭാവികമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകും, അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവുണ്ടാകും. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എവിടെയാണോ തിരിച്ചടി ഉണ്ടായത് അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു തിരിച്ചുവരവ് അസാധ്യമാകുന്ന തിരിച്ചടിയാണ് CPMന് എല്ലായിടത്തും ഉണ്ടായത്. ത്രിപുരയിൽ ഇനി ഈ ജമ്മത്തിൽ അവർ തിരിച്ചു വരില്ല. ബംഗാളിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് അവർക്കിനി ഭാവിയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും രണ്ട് അഭിപ്രായമില്ല. അതേ തിരിച്ചടിയാണ്, ഒരു തിരിച്ചുവരവ് അസാധ്യമാകുന്ന തിരിച്ചടിയാണ് കേരളത്തിലെ CPMനെയും കാത്തിരിക്കുന്നത്. പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടി ത്രിപുരയിൽ തകർന്നപ്പോൾ അവിടെ വന്നത് BJPയാണ്. ബംഗാളില് തൃണമൂൽ കോൺഗ്രസ്സാണ് ഒന്നാം സ്ഥാനത്തെങ്കിലും BJP രണ്ടാം സ്ഥാനത്താണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയും BJP അധികാരത്തിൽ വരും എന്ന് മാധ്യമങ്ങൾ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ട് കള്ളപ്രചരണങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉന്നയിക്കുക. അദ്ദേഹത്തിന് ഈ ഉന്നയിച്ച ആരോപണം സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞതാണ്. സുപ്രീം കോടതിക്ക് അപ്പുറത്താണോ CPMന്റെ സംസ്ഥാന നേതൃത്വം? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ BJP പ്രവർത്തകരും അനുഭാവികളും അഭ്യുദയകാംക്ഷികളും മാത്രമല്ല കേരളത്തിലെ ഭൂരിപക്ഷം ജനതയും ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ല, ഏത് ലോകായുക്തായാലും ഇതൊക്കെ സുപ്രീം കോടതിയുടെ താഴെയാണ്. സുപ്രീം കോടതിക്ക് അപ്പുറത്താണ് ലോകായുക്ത് എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? സർക്കാരിന്റെ അന്വേഷണം നേരിടുന്ന അതേ വ്യക്തി തന്നെ ഇത്ര വലിയൊരു പദ്ധതികളൊക്കെ ഉത്തരവാദിത്വം അവരെ തന്നെ ഏൽപ്പിക്കുന്ന ദുരൂഹതയില്ലേ സത്യത്തിൽ? അല്ല, ഞങ്ങൾ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ, മുട്ടിൽ മരമുറിക്ക് പിന്നിലും അതിലും ആർക്കാണോ പങ്കുള്ളത് അവരുമായിട്ട് ഡീല് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിനുണ്ട്, സർക്കാരിനുണ്ട്. ഇപ്പം അത്തരം ആളുകളെയാണ് BJPക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനും പ്രചരിപ്പിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് സംബന്ധിച്ച് ഞങ്ങൾക്കിതിൽ യാതൊരു ഭയവും ഇല്ല. ഞങ്ങൾ ജനങ്ങളിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കേരളത്തിൽ
മാറാത്തത് മാറും എന്ന് ഞങ്ങളുടെ മുദ്രാവാക്യം നിങ്ങൾക്ക് നേരിട്ട് അത് യാഥാർത്ഥ്യമാണ്, സത്യസന്ധമാണ്, അടിസ്ഥാനപരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെപ്രാളമാണ് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല.